ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ച ഞാൻ മുട്ടത്തുവർക്കി സാറിൻ്റെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന പുസ്തകമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നമ്മെ ബോധവാനാക്കുന്ന പുസ്തകമാണിത്. ലില്ലിയും അവളുടെ ഇച്ചാച്ചനായ ബേബിക്കും മാതാപിതാക്കൾ മരിച്ചുപോയി. അവർ അവരുടെ പേരമ്മയുടെ കൂടെയാണ് ജീവിക്കുന്നത്. പേരമ്മ അവരെ ഭയങ്കരമായി ഉപദ്രവിക്കും. അവർ പള്ളിക്കൂടത്തിൽ പോകുന്നത് ഈ പേരമ്മയ്ക്ക് ഇഷ്ടമല്ല. ഈ പേരമ്മ പൂമംഗലം ബംഗ്ലാവിലെ അടിച്ചുതളിക്കാരിയാണ്. ഒരു മഴക്കാലത്ത് മുതൽ ഒരു മഴയുള്ള ദിവസം ലില്ലിയും ബേബിയും പള്ളിക്കൂടത്തിലേക്ക് പോകുവാൻ തയ്യാറാവുകയാണ്. മഴ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ബേബി ലില്ലിയോട് പറഞ്ഞു അവിടെ കൂടെ പോകുന്ന ഗ്രേസിയുടെ കുടയിൽ കയറുവാൻ. ലില്ലി ഓടി ഗ്രേസിയുടെ അടുത്തെത്തി കുടയിലേക്ക് കയറുവാൻ ശ്രമിച്ചു. പക്ഷേ ഗ്രേസി അതിന് സമ്മതിച്ചില്ല. ഗ്രേസി പൂമംഗലം ബംഗ്ലാവിലെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗർവ് കൂടുതലുമാണ്. അന്ന് ലിലി ആകെ നനഞ്ഞാണ് സ്കൂളിലെത്തിയത്. അവളുടെ പുസ്തകങ്ങളും ആകെ കൂടെ നനഞ്ഞു. അന്ന് വൈകുന്നേരം അതിനുള്ള ദേഷ്യത്തിൽ ബേബി ഗ്രേസിയുടെ തലയ്ക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു. ഗ്രേസിയുടെ മാതാപിതാക്കൾ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പേടിച്ച് ബേബി അന്ന് രാത്രി മുഴുവൻ ഒരു കുറ്റിക്കാട്ടിനുള്ളിൽ ഒളിച്ചിരുന്നു. പിന്നെ അന്ന് രാത്രി പാതിരാത്രി അവൻ ലില്ലിയെ കാണുവാനായി വീട്ടിൽ ചെന്നു. ലില്ലിയെയും ആ പേരമ്മ നന്നായി മർദ്ദിച്ചിരുന്നു, ഇച്ചാച്ചൻ എവിടെയാണെന്ന് അറിയുവാൻ വേണ്ടി. ബേബി അവളോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയുകയില്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്കൊരു കുട കൊണ്ടുവരും. ആ വാക്കുമായി ബേബി നടന്നു, കുറേ നടന്നു. അവസാനം അവനൊരു കാളവണ്ടി മാറ്റിയ നഗരത്തിലെത്തി. ആ നഗരത്തിൽ അവൻ ഒരു ബസ് സ്റ്റാൻഡിൽ കുറെ കുട്ടികൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ, ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന മറ്റുള്ളവരുടെ സാധനങ്ങൾ ചുമന്നുകൊണ്ട് അതിനുള്ള കൂലി വാങ്ങിച്ച് ജീവിക്കുന്നത് കണ്ടു. ഒപ്പം അവർ കുറച്ച് കക്കുന്നതുമുണ്ട്. ബേബി അവരുടെ കൂടെ കൂടി. പക്ഷെ അവൻ അധ്വാനിച്ച് ജീവിക്കാനാണ് കൂടിയത്, കക്കാനല്ലായിരുന്നു. അങ്ങനെ അവനും നന്നായി അധ്വാനിച്ചു. ആ ഇടയ്ക്ക് അവനൊരു കടയിൽ ഒരു കുട കണ്ടു. അവന്റെ കുഞ്ഞനീതിക്ക് പറ്റിയ ഒരു കുട. ഒപ്പം അവനൊരു പുള്ളി ഉടുപ്പും നോക്കി വെച്ചിരുന്നു. അങ്ങനെ അവന്റെ കയ്യിൽ പൈസ എത്തി. അതിനിടയിൽ വേറൊരു സംഭവമുണ്ടായി. അവന് വഴിയിൽ ഒരു ദിവസം ഒരു യാത്രക്കാരി ബസ്സിലേക്ക് പോവുകയാണ്. അവരുടെ കയ്യിൽ നിന്നും ഒരു മണിപ്പേഴ്സ് താഴെ വീണു. ബേബി അത് കണ്ടു. അവനത് എടുത്തു. അവന്റെ ചെങ്ങാമത്തിമാർ എല്ലാവരും കക്കാറുണ്ട്. അപ്പോൾ അവനും ഒന്ന് കട്ടു നോക്കിയാൽ എന്താണ് പ്രശ്നമെന്നാണ് അവൻ ചിന്തിച്ചത്. അവൻ ആ മണിപ്പേഴ്സ് എടുത്തുകൊണ്ട് ഒരു മരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്നു. പക്ഷെ അവന്റെ മനസാക്ഷി അതിന് സമ്മതിച്ചില്ല. അവൻ ആ പേഴ്സ് തിരിച്ചു കൊടുത്തു. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോലീസ് തന്നെ കണ്ടുപിടിക്കരുത് എന്ന വിചാരത്തിൽ ബേബി അവന്റെ പേര് ബാലൻ എന്നാക്കി മാറ്റിയിരുന്നു. ഈ നഗരത്തിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ നിന്ന് തുടരാം. അവന്റെ കയ്യിൽ അപ്പോൾ അവസാനം പൈസ എല്ലാം മതി. അവന്റെ അനിയത്തിക്ക് ഒരു കുട വാങ്ങിക്കാനുള്ള പൈസ എത്തി. അവൻ ആ പൈസ ഒരു ഡപ്പിയിലാക്കി അവന്റെ കീശയിലിട്ടുകൊണ്ട് കടയിലേക്ക് പോയി. കടയിലെത്തി കീശ തപ്പിയപ്പോൾ ഡപ്പി കാണുവാനില്ല. അവൻ ഉറപ്പായിരുന്നു അത് അവന്റെ ചങ്ങാതിമാർ ആരോ ആണ് എടുത്തതെന്ന്. അവൻ അവരോട് അതിനു വേണ്ടി തല്ലുകൂടി. പക്ഷെ അവന്റെ കുറ്റമാണെന്ന് പറഞ്ഞ് അവനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു. പിന്നെ അവൻ അവിടെ അധിക നേരം നിന്നില്ല. അവൻ പോയി നടന്ന് ഒരു ഹോട്ടലിലെത്തി. അവിടെ ജോലിക്ക് കയറി. അവിടെ അവന് 2 അണയായിരുന്നു കൂലി കിട്ടിയിരുന്നത്. അവിടെയും അവൻ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവന് തോന്നിയത് ആ ഹോട്ടൽ മുതലാളി അവന്റെ പേരമ്മയുടെ ആൺവേഷമാണെന്നാണ്. അത്രയും ക്രൂരമായ പീഡനങ്ങൾ. അവയൊക്കെ പറഞ്ഞാൽ സമയം അതിക്രമിച്ചു പോകും. അതിനാൽ ഞാൻ പറയുന്നില്ല. ഒരു ദിവസം ഹോട്ടലിന് മുമ്പിൽ കുറച്ച് തെരുവു ഗായകർ വന്നു. ബേബിയും അവരുടെ പാട്ട് കേൾക്കാൻ ചെന്നു. അക്കാരണത്താൽ ആ ഹോട്ടൽ മുതലാളി അവനെ പിരിച്ചുവിട്ടു. അവന് തിരിച്ച ബസ് സ്റ്റാൻഡിലേക്ക് പോകുവാൻ ആഗ്രഹമില്ലായിരുന്നു. അവൻ കുറേ നടന്നു. ഈ ഇടയ്ക്ക് വേറെ ഒരു കാര്യമുണ്ടായി. നമ്മുടെ ലില്ലിയും വീട് വിട്ടിറങ്ങി. പേരമ്മയുടെ ക്രൂരമായ പീഡനം കാരണമാണ്. അവൾ നടന്ന് ഡോക്ടർ ജോണിന്റെ കാറിന്റെ മുമ്പിലാണ് എത്തിയത്. ഡോക്ടർ ജോണിൻ ഒരു ധനികനായിരുന്നു. അയാൾ അവളെ കൂടെ കൂട്ടി.
ഡോക്ടർ ജോണിന്റെയും ശോശാമ്മയുടെയും 2 മക്കളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി അത്രയും അവർ ലില്ലിയോട് സ്നേഹം പ്രകടിപ്പിച്ചു. മോളിയും ജോയിയും ലില്ലിയും 3 മക്കൾ. അവരുടെ കളിച്ചിരികളാണ് പിന്നെയുള്ളത്. ലില്ലി ഒരു നല്ല വസ്ത്രമിട്ടപ്പോൾ അവളുടെ മാലാഖയെ പോലെ കാണപ്പെട്ടു. ഡോക്ടർ ജോയ് ബേബിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബേബി തന്റെ പേര് ബാലനാക്കി മാറ്റിയത് കാരണം ആർക്കും കണ്ടുപിടിക്കാൻ അത്ര സരളമായിരുന്നില്ല. ഒപ്പം ആ ഹോട്ടലിൽ വെച്ച് ആ ഹോട്ടൽ മുതലാളി അവന്റെ തല മുണ്ടനവും ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ബേബി നടന്നകന്നു. അവനൊരു ഗ്രാമപ്രദേശത്തെത്തി. അവനൊരു കല്ലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കരയുവാൻ തുടങ്ങി. അവന്റെ കുഞ്ഞനിയത്തെ കാണണമായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകണമായിരുന്നു. ആ സങ്കടം കാരണമായിരുന്നു അവൻ കരഞ്ഞത്. പെട്ടെന്ന് ആരോ അവനെ വിളിച്ചു. അത് സൗദാമിനിയായിരുന്നു. അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് മണിപ്പേഴ്സ് കളഞ്ഞുപോയ സൗദാമിനിയുടെ വീട്ടിൽ ബേബി ചെന്നു. അവിടെയും അവൻ നല്ല കുട്ടിയായിരുന്നു. അവന് നല്ല സന്തോഷമായിരുന്നു അവിടെ അനുഭവപ്പെട്ടത്. കാരണം സൗദാമിനിക്ക് അവൻ തൻ്റെ സ്വന്തം അനുജന് തുല്യനായിരുന്നു. അങ്ങനെ ഇരിക്കെ സൗദാമിനിയുടെ കല്യാണം കഴിഞ്ഞു. അവൾ അവളുടെ ഭർത്താവായ ഗോപിയുടെ വീട്ടിലേക്ക് പോയി. നമ്മുടെ ബേബിക്ക് അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അവന്റെ ജോലികളിൽ പിന്നെയും മുഴുകി. പക്ഷേ അവന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ ഓടക്കുഴൽ കൊണ്ട് ഈ സൗദാമിനി ഒരു സംഗീത അധ്യാപികയാണ്. അവർ പഠിപ്പിച്ചു തന്ന സ്വർണ്ണ പക്കി എന്ന് പറഞ്ഞ പാട്ട് പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ സൗദാമിനിയും ഭർത്താവും കുറച്ചു നാൾ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് വന്നു. പിന്നെ തിരിച്ചു പോകുമ്പോൾ ബേബിയെയും കൂടെ കൂട്ടി. അവിടെ ഡോക്ടർ ജോണിന്റെ വീട്ടിൽ ലില്ലി അവരുടെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് നടക്കുകയായിരുന്നു. ഒപ്പം അവൾ ബേബിയെ മറന്നില്ല. അങ്ങനെ സൗദാമിനിയുടെ കൂടെ ബേബി നന്നായി കുറച്ചു കാലം ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ബേബി ഒരു ദിവസം ഒരു കാര്യം കണ്ടു. അവൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു കാറ് പോകുന്നു. അതിനുള്ളിൽ 2 പെൺകുട്ടികൾ. അതിലൊന്ന് അവന്റെ ലില്ലിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം അവൻ ആ കാറിനെ പിന്തുടർന്ന് അവിടെ എത്തി. ആ വീട്ടിലെത്തി. അവിടെ വെച്ച് അവനൊരു കാര്യം തിരിച്ചറിഞ്ഞു. അവന്റെ ചേച്ചി സൗദാമിനി അവൾ ആ ഡോക്ടർ ജോണിന്റെ ബംഗ്ലാവിലെ ആ മക്കളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന്, അതിൽ തന്റെ ലില്ലിയും ഉണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷെ അവൻ ഒന്നും സൗദാമിനിയോട് ചോദിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൗദാമിനിയുടെ വീട്ടിലെ അവളുടെ കല്യാണമാലയും പിന്നെ കുറച്ച് പണവും മോഷണമായി. ഗോപി അത് ഉറച്ചു പറഞ്ഞു അത് ബേബിയാണെന്ന്. പക്ഷെ സൗദാമിനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം തൻ്റെ മണിപ്പേഴ്സ് കളഞ്ഞു പോയിട്ട് അത് തിരിച്ചു കൊണ്ടുവന്നത് ബേബി ആയിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബേബി സൗദാമിനിയോട് തൻ്റെ സത്യം പറഞ്ഞു. തൻ്റെ പേര് സത്യത്തിൽ ബാലൻ എന്നല്ല, ബേബി എന്നാണ്. അതോടെ സൗദാമിനിക്ക് അവനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സൗദാമിനി അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ കള്ളനാണ്, നീയാണ് എൻ്റെ എല്ലാം കട്ടത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സങ്കടം കാരണം ബേബി അവൻ ഇറങ്ങിപ്പോയി. പക്ഷേ സൗദാമിനിക്ക് അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം സൗദാമിനിക്ക് ഒരു സഹോദരനായിരുന്നു, അപ്പൂട്ടൻ. അവൻ ഒരു രോഗം ബാധിച്ചായിരുന്നു മരിച്ചത്. ആ അപ്പൂട്ടന് തുല്യമായിട്ടായിരുന്നു ബേബിയെ അവൾ കണ്ടിരുന്നത്. ഗോപിയോടുമൊത്ത് അവൾ അവനെ തപ്പിയിറങ്ങി. അവൾ ഒരു ബസ്സിന്റെ സ്റ്റോപ്പിൽ കണ്ടു. അവൻ പനി പിടിച്ച് കിടക്കുന്നത്. അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഈ അപ്പൂട്ടൻ ഒരു രോഗം ബാധിച്ചായിരുന്നു മരിച്ചത്. അതുപോലെ ബേബിയും മരിക്കുമോ എന്ന് അവൾക്ക് ആശയമുണ്ടായിരുന്നു. ഡോക്ടർ ജോൺ ആയിരുന്നു അവനെ പരിശോധിച്ചത്. അവൻ ഭേദമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഡോക്ടർ ജോൺ ബേബിയെ കണ്ടുകെട്ടുവാൻ വേണ്ടി ഒരു പരസ്യം കൊടുത്തിരുന്നു. ആ പരസ്യം ഗോപി കാണാനിടയായി. അവൻ അത് സൗദാമിനിയോട് പറയുകയും ബേബിയെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. ബേബിക്ക് ഡോക്ടർ ജോണിനെ അറിയില്ല, പക്ഷെ ലില്ലി അറിയാം. അങ്ങനെ ഇരിക്കെ ഈ സൗദാമിനി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ജോണിന്റെ വീട്ടിൽ പോകാറുണ്ടല്ലോ. ഒരു ദിവസം പോയത് അവർ ലില്ലിയെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ജോയിയെ ഇച്ചാച്ചൻ എന്ന് വിളിക്കാത്തത്? കാരണം പറഞ്ഞു, ആ
ജോയി എൻ്റെ ചേട്ടനല്ല. എനിക്കൊരു ഇച്ചാച്ചനുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന്. അടുത്ത ഒരു ദിവസം അവൾ ബേബിയെയും കൊണ്ടാണ് വന്നത്. ബേബിയെ കണ്ട ഉടൻ ലില്ലി സന്തുഷ്ടയായി. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞാലും ആ സഹോദരങ്ങളുടെ ഉള്ളിൽ നിന്നും തമ്മിലുള്ള സ്നേഹം വിട്ടുമാറിയില്ല. അതാണ് കഥ. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. നന്ദി.